യുപിയിലെ ഷാജഹാൻപൂർ ജില്ലയിലെ 70 മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഭരണകൂടം. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി സമാധാനം പുലർത്തുന്നതിനും പള്ളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ ശക്തമായിട്ടുള്ള നീക്കം. പ്രദേശത്തെ മതനേതാക്കളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും നടത്തിയ വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ടാർപോളിനുകൾ ഉപയോഗിച്ച് പള്ളികൾ മൂടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ഷാജഹാൻപൂർ ജില്ലയിലെ ജൂട്ടാമാൾ ഹോളി എന്ന പേരിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര നടത്താറുണ്ട്. പ്രദേശത്തെ ഏറ്റവും വ്യത്യസ്തമായ ഹോളി പാരമ്പര്യങ്ങളിൽ ഒന്നാണിത്. ഏകദേശം 10 കിലോമീറ്റർ നീളുന്ന ഘോഷയാത്രയിൽ ആളുകൾ ചെരുപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ജൂട്ടാമാർ ഹോളി കളികളിൽ ഏർപ്പെടും. ഹോളി ആഘോഷവും റമദാനിലെ വെള്ളിയാഴ്ചയും ഒരേ ദിവസമായതുകൊണ്ട് ആ ദിവസം അയോധ്യയിൽ ഉടനീളമുള്ള പള്ളികളിൽ ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരിക്കുമെന്ന് മുസ്ലിം മതനേതാവാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് ഇവിടെയും അട്ടഹാസങ്ങളൊന്നുമില്ലാത്തത്. കാരണം യോഗി പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാ ആഴ്ചയിലും ഓരോ വെള്ളിയാഴ്ച, ഏതാണ്ട് 52ഓളം വെള്ളിയാഴ്ചകൾ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വർഷത്തിൽ ഒരു ഹോളിയേ ഉള്ളൂ. ഈ ഹോളിയുടെ നിറം കാണുമ്പോഴും അമുസ്ലിങ്ങളുടെ സന്തോഷം കാണുമ്പോഴും നിങ്ങൾക്കുള്ളിൽ ലഡ്ഡു പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരു പൊട്ടിച്ച് വീട്ടിനകത്തിരുന്നു, പുറത്തിറങ്ങണ്ട. ഇനിയല്ല നിങ്ങൾക്ക് ജുമാ നമസ്കരിച്ചേ പറ്റൂന്നുണ്ടെങ്കിൽ 12 മണി എന്നുള്ള ജുമാ കുറച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേരെ, കുഴപ്പമൊന്നും സംഭവിക്കാറില്ല. വർഷങ്ങളോളമായി 1400 വർഷങ്ങളായി ജുമാ നമസ്കാരത്തിന്റെ സമയം മാറ്റുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഖുർആന് ഹദീസ് മാറ്റിവെക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും അവരതിന് തയ്യാറാകില്ല. പക്ഷേ യോഗിയുടെ ഉത്തരവാണ്, നിങ്ങൾ ആ സമയത്ത് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും രൂപത്തിൽ ഒരു അനർത്ഥം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരാതിയും പറഞ്ഞ് ഈ വഴി വന്നേക്കരുത്. എന്നാ പിന്നെ സമയം കൊണ്ടൊന്ന് മാറ്റാം. ശരി, ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമസ്കാരത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയത് എന്ന് അയോധ്യയിലെ സെൻട്രൽ പള്ളി പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ് പറഞ്ഞു. ഹോളി ആഘോഷമായതുകൊണ്ട് എല്ലാ പള്ളികളിലും ജുമുഅ നമസ്കാരം ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ നടത്താൻ സൗകര്യമൊരുക്കും. എല്ലാ മുസ്ലിം മത വിശ്വാസികളോടും ഹോളി ആഘോഷത്തോട് സഹിഷ്ണുതയും ഉദാരതയും പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹോളിയുടെ ഭാഗമായി നിറങ്ങൾ വീണാൽ അവ പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങി ഹോളി മുബാറക്ക് പറയുകയും വേണം എന്നാണ് മുഹമ്മദ് ഹനീഫ് പറഞ്ഞത്. ഹോളിയും വെള്ളിയാഴ്ചത്തെ ജുമുഅയും ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായിട്ടല്ല. സാമുദായിക ഐക്യം വളർത്താനുള്ള നല്ലൊരു അവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ഹോളി ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. മാറുന്നത് കണ്ടോ? ഒരു കാലത്തും ഞങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ശരീഅത്ത് നിയമത്തിന്റെ മുക്കിലും മൂലയിലും പോലും ഒരു മങ്ങലേൽപ്പിക്കാൻ, ഒരു പോറലേൽപ്പിക്കാൻ ഒരു യോഗിയെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് പ്രതിഷേധം നടത്തി റോഡിലിറങ്ങി ഘോഷയാത്ര നടത്തിയ ആളുകൾ അവര് തന്നെ പറയാണ് ഹോളി മുബാറക്. ഹോളി ആശംസിക്കുവാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയില്ല. അല്ലാതെ അതാണ്, മര്യാദയ്ക്ക് ജീവിച്ചാൽ ആ നാട്ടിൽ ജീവിക്കാം. അതുകൊണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം സാഹോദര്യത്തോടുകൂടി ജീവിക്കാനും പരസ്പരം സ്നേഹവും സഹകരണവും സഹിഷ്ണുതയും പങ്കുവയ്ക്കാനും മതേതരത്വം പുലർത്താനുമുള്ള സുവർണ അവസരമായിട്ട് ഇതിനെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പൊതുനിരത്തിൽ ഇറങ്ങിയാൽ, റോഡിലിറങ്ങിയാൽ, ഏതെങ്കിലും ഹിന്ദുക്കളുടെ ആഘോഷം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ എങ്ങാനും ഒരു നിറത്തിന്റെ അംശം വീണ് കഴിഞ്ഞാൽ അത് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങണം, പുഞ്ചിരിയോടുകൂടി. അവരോട് എതിർക്കാനും അവരെ ചെറഞ്ഞു നോക്കാനും നിന്നാൽ പണി വരുമെന്ന് പറയുന്നത് ആരാ? ഇമാമ. യോഗിയാണ് പറഞ്ഞതെങ്കിൽ ഇവർക്ക് കുടിയെടുക്കാമായിരുന്നു, വടിയെടുക്കാമായിരുന്നു. രക്ഷയില്ല. അതുകൊണ്ട് പരസ്പരമുള്ള മതസൗഹാർദ്ദം പുലർത്താൻ ഒരു സമയം സംജാതമായിരിക്കുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും സാമുദായിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സമാധാന യോഗങ്ങൾ നടക്കുന്നതായും അയോധ്യ ജില്ലാ കളക്ടർ പറഞ്ഞു. ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ആഘോഷം നടക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ഹോളി ആഘോഷത്തിന് സ്ഥലം അനുവദിക്കുകയുള്ളൂ എന്നും പുതിയ ഇടം അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
വെള്ളിയാഴ്ച നമസ്കാരത്തിന് പോകുമ്പോൾ ദേഹത്ത് നിറങ്ങൾ വീഴുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തെരുവുകളിലെ ഹോളി ആഘോഷങ്ങൾ ശമിക്കുന്നതുവരെ വീട്ടിനകത്ത് കഴിഞ്ഞോളാനാണ് സംഭാൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അനുജ് ചൗധരിയുടെ പ്രസ്താവന. ഈ പ്രസ്താവന വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെ ഉത്തർപ്രദേശിന്റെ പ്രതിപക്ഷവും മുസ്ലിം മത നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ DSPയെ പിന്തുണച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേ പ്രമേയവുമായി രംഗത്ത് വന്നു. പിന്നീട് പ്രതിഷേധക്കാരെ കാണാനില്ല. അതാണ്, ഒരു കൈ കൊണ്ടടിച്ചാൽ ശബ്ദമുണ്ടാകില്ല, രണ്ട് കൈ കൊണ്ടടിച്ചാൽ ശബ്ദമുണ്ടാകും, എതിരാളി അടങ്ങുകയും ചെയ്യും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരം നടക്കാറുണ്ട്. പക്ഷെ ഹോളി വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമസ്കാരം കുറച്ചൊന്ന് വൈകിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കൃത്യസമയത്ത് നടത്തണം എന്ന് നിർബന്ധമുള്ളവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളാൻ. നമസ്കാരത്തിന് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധവുമില്ല. ഇതായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വാദം. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഹോളി ആഘോഷം. അതേസമയം ജുമാ നമസ്കാരത്തിന്റെ ഭാഗമായി ഹോളി ആഘോഷം 2 മണിക്കൂറത്തേക്ക് നേരം മാറ്റിവെക്കണം എന്ന ബീഹാറിലെ ദർഭംഗ മേയറുടെ പരാമർശം വിവാദമായി. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ജുമാ നമസ്കാരം മാറ്റിവെക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹോളി ആഘോഷത്തിന് 2 മണിക്കൂർ ഇടവേള അനുവദിക്കുക, അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ ഉള്ള സ്ഥലത്തെ ആഘോഷം ഹിന്ദുക്കൾ ഒഴിവാക്കിയെടുക്കുക. എന്നാൽ 2 മതക്കാർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അവരവരുടെ മത ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ ഹോളി വരുന്നത്, അത് അവരാഘോഷിച്ചോട്ടെ. നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. മുസ്ലിങ്ങൾക്ക് ഇത് പുണ്യമാസമാണ്. റമദാൻ മാസത്തിലെ പള്ളിയിലെ കൂടിക്കാഴ്ചയ്ക്ക് കുറച്ച് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. ശരി, എന്നാ പിന്നെ 1-2 മണിക്കൂർ അങ്ങോട്ട് വൈകിപ്പിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിക്കോ. എന്നാലും ഹോളി അത് നടന്നേ പറ്റൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ളത് കൊണ്ട് ഒടുവിൽ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താൻ എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ചട്ടം മാറ്റേണ്ടി വന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ, ഒരു വിമർശനങ്ങളുമില്ലാതെ, ഒരെതിരഭിപ്രായങ്ങളുമില്ലാതെ, ഒരു തർക്കവുമില്ലാതെ ഇമാമ് പറഞ്ഞു നമുക്ക് 2 മണി കഴിഞ്ഞിട്ട് നമസ്കരിക്കാം. ഇനി നിറങ്ങൾ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? വീട്ടിലിരുന്നോ. ഇനി അതല്ല, എനിക്ക് ഇറങ്ങിയേ പറ്റൂ, നിറങ്ങൾ ശരീരത്ത് വീണാൽ പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങി അവർക്ക് ഒരു ഹോളി മുബാറക്കും ആശംസിച്ചിട്ട് മിണ്ടാതെ കുനിഞ്ഞ തലയോടുകൂടി വിട്ടോ വീട്ടിലേക്ക്. കണ്ടോ, താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടാകും. ഇപ്പോ നോക്കണം, ഭാരതത്തിൽ ഹൈന്ദവരുടെ ഹോളി ഉത്സവം യാതൊരു വിധത്തിലുള്ള തടസ്സവും കൂടാതെ ആഘോഷിക്കാൻ അനുമതി നൽകിയ ഉസ്താദിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. മുസ്ലിം വിഭാഗത്തെ പ്രകോപിപ്പിക്കാതെ തന്നെ അവരുടെ ആഘോഷങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സന്തോഷം അതൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. അതോടുകൂടി നല്ലവരായ മുസ്ലിങ്ങളും നല്ലവരായ ഹിന്ദുക്കളും അതിനെ ആഘോഷമാക്കി തന്നെ കാണുന്നു. കാലാകാലങ്ങളായി ആ നാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് സൗഹാർദ്ദവും സ്നേഹവും പ്രകടിപ്പിക്കാറുണ്ട്. കുറച്ചു കാലങ്ങളായി അവരുടെ കൂട്ടത്തിൽ ചെറിയൊരു വിഭാഗം ആളുകൾ നാട്ടിൽ കൃത്യമായ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരു ന്യൂനപക്ഷം നമ്മുടെ നാട്ടിലുമുണ്ട്. അവർക്ക് അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പണ്ഡിതൻ ശ്രമിച്ചത്. നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, സാധാരണക്കാരനായ പാവങ്ങളാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് എല്ലാവരും സഹകരിക്കണം എന്ന് ഉസ്താദ് തന്നെ പറഞ്ഞതോടുകൂടി മൗനമായിട്ട് അത് സമ്മതിക്കാൻ അവർ നിർബന്ധിതരായി. എന്ത് പെട്ടെന്ന് വലിയ കലാപ അന്തരീക്ഷം ഇല്ലാതായതൊന്നും നോക്കിക്കാൻ സമചിത്തതയോടുകൂടിയുള്ള തീരുമാനമെടുത്തത് കൊണ്ട്. നന്ദി.